റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരികയാണ്. ഏകദേശം 2 ദിവസത്തെ വിസിറ്റാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ മീഡിയ, ഇന്ത്യൻ മീഡിയയെ പുടിൻ്റെ വിസിറ്റിനെ പറ്റി പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഗ്ലോബലായിട്ടുള്ള സ്ട്രാറ്റജിക് ഡിപ്ലോമാറ്റിക് എക്സ്പേർട്ടുകൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒരു വൈഡ് റേഞ്ചിലുള്ള ഡിസ്കഷൻ ഇന്ത്യയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. ഏകദേശം 3 വർഷം നീണ്ടു നിന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യ-ഉക്രൈൻ വാർ. ഗ്ലോബലായിട്ട് മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഒറ്റപ്പെടുത്തിയ രാജ്യവും അതിൻ്റെ പ്രസിഡന്റ് പുടിനുമാണ്. അതായത് ഇന്ന് ഗ്ലോബലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു തുടക്കക്കാരൻ. കാരണം അത് മാറുന്നില്ല. ആ ഇഷ്യൂവിൻ്റെ കാരണക്കാരൻ പുടിൻ തന്നെയാണ്. ഒരു രാജ്യത്ത് ഇരച്ചു കയറുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, വാറാകുന്നു. അത് വളരെ പ്രൊലോങ് ആയിട്ട് പോകുന്നു. സിവിലിയൻ ഏരിയയിലും സാധാരണക്കാരനും ഡിസ്പ്ലേസ്ഡ് ആവുന്നു. ഒത്തിരി പേര് മരിക്കുന്നു. ഏകദേശം 2 കൂട്ടത്തിലും പട്ടാളക്കാർ മരിക്കുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിൽ വരുന്നു. നിങ്ങൾക്കറിയാം, റഷ്യയുമായിട്ട് ഡീക്കേഡ് വളരെയധികം ബന്ധമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ, പ്രത്യേകിച്ച് ഡിഫൻസ്. ആ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് അവരെ സഹായിക്കുന്ന രീതിയിൽ ക്രൂഡ് ഓയിൽ വരെ ഇന്ത്യയാണ് വാങ്ങി അവരെ നിലനിർത്തിയ ഗ്ലോബലായിട്ടുള്ള മാർക്കറ്റ് അത് സ്റ്റെബിലൈസ് ചെയ്ത് ഇന്ത്യ ഇടപെട്ടിട്ട് തന്നെയാണ്. പിന്നെ മറ്റുള്ള ഫോറിൻ രാജ്യങ്ങളും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രഷർ കാരണം നമ്മളത് നിർത്തേണ്ടി വന്നു. ഇപ്പം ഇന്ത്യ വിസിറ്റുമായ പ്രാധാന്യത്തിന് പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പാകിസ്ഥാൻ, ചൈന ആ ഇഷ്യൂ കിടക്കുന്നൊരു ഭാഗത്ത്, ഇന്ത്യയുടെ ഗ്ലോബൽ ഡിസ്പ്യൂട്ട് മറ്റൊരു ഭാഗത്ത് കിടക്കുന്നു. അതായത് മൾട്ടിപ്പിളായിട്ട് പല ഇഷ്യൂസും നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലോട്ട് പുടിൻ, അതായത് അങ്ങനെ ഈ വാറിന് ശേഷം ഇയാളങ്ങനെ പുറത്തൊന്നും പോകാറില്ല. നേരത്തെ പോയിരുന്നത് SCO സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ചൈനയിലാണ്. അതിനുശേഷം ഇന്ത്യയിൽ വരുന്നു. മറ്റുള്ള ഒരു കോൺഫറൻസിലൊന്നും വ്ളാദിമിർ പുടിൻ പങ്കെടുക്കാറില്ല. ഉറപ്പായിട്ടും അമേരിക്കൻ നെഗോസിയേഷൻ നടത്തുവാണ്. അതിനെവിടെ എത്തുന്നില്ല. എന്തൊക്കെയോ പറയുന്നു. 28 പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം നിൽക്കും, നാളെ നിൽക്കും എന്നൊക്കെ പറയുന്നു. അതിനും ഒരു എൻഡ് വന്നിട്ടില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ സമ്മതിക്കുന്നില്ല. പുടിൻ ഇന്ത്യയിലോട്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ, അതായത് ജർമ്മനി ആണെങ്കിലും അതേപോലെ തന്നെ ബ്രിട്ടൻ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ ജോയിൻ്റ് ആയിട്ട് ഇന്ത്യക്കെതിരെ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതായത് പുടിനെ പോലുള്ള ഒരാളെ ഇന്ത്യ ഈ ഒരു സന്ദർഭത്തിൽ വിളിച്ചു വരുത്തുന്നത് ശരിയല്ല. കാരണം മനസ്സിലാക്കണം, ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വളരെയധികം കൂടുതലാണ്. 2നും പ്രാധാന്യമുണ്ട്. റഷ്യ എന്ന് പറയുന്ന ഇന്ത്യയിലോട്ട് സാധനം വിൽക്കുന്ന രാജ്യമാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ അമേരിക്ക ഇന്ത്യ സാധനം അങ്ങോട്ട് വാങ്ങുന്ന രാജ്യം. ഇതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതിനെപ്പറ്റി ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയ്ക്കകത്ത് പറയാം. ഇവിടെ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ മീഡിയയും സോഷ്യൽ മീഡിയയിലും സംഘപരിവാറിലൊക്കെ പറയുന്നുണ്ട്. അതായത് റഫേലിന് ശേഷം ഇന്ത്യ ബൈ ചെയ്യാൻ പോവുകയാണ് സുക്കോയ്, അതായത് Su-57 എന്ന് പറയുന്ന റഷ്യൻ ഒറിജിൻ ആയിട്ടുള്ള ഫൈറ്റർ 5th ജനറേഷൻ എയർക്രാഫ്റ്റ്. അപ്പം നിങ്ങൾക്കറിയാം, ഈ ഒരു കേരളത്തിലെ യൂട്യൂബ് ചാനലിൽ ഒരു അന്താരാഷ്ട്ര മീഡിയ പ്രവർത്തകർ ഒരു പരട്ട കളവിൽ നിന്ന് ഏതാണ്ടൊക്കെ പറയുന്നത് എന്തുവാണ് സുക്കോയ് എന്ന് പോലും ഈ കിഴങ്ങൻ അറിയത്തില്ല. അതായത് വിഡിത്തം മാത്രം പറയുന്നു. ആദ്യം ഈ സുക്കോയ് 57 പറ്റി പറഞ്ഞു തരാം. ഇത് റഷ്യൻ ഒറിജിനാണ് എന്ന് മാത്രമേ റഷ്യൻ കമ്പനി പറയുന്നുള്ളൂ, റഷ്യൻ ഗവൺമെൻറ് പറയുന്നുള്ളൂ. ബേസിക്കലി ഈ സുക്കോയ് 57 എന്ന് പറയുന്നത് അതിൻ്റെ ഡാറ്റ വെച്ച് നോക്കുക. അപ്പം ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഇതിൻ്റെ 80% എന്ന് പറയുന്നത്, സുക്കോയ് 57ൻ്റെ 80% എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളുടെ സാധനങ്ങൾ വാങ്ങിയിട്ട് അസംബിൾ ചെയ്തിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട. ജപ്പാൻ, അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, തായ്വാനാണ് ഏറ്റവും കൂടുതൽ സാധനം വാങ്ങുന്നത്. അതായത് അതിൻ്റെ റഡാറും ഏവിയോണിക് സിസ്റ്റം മുഴുവനും വിദേശ രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും വാങ്ങിയിട്ട് അത് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്നും പറഞ്ഞ് റഷ്യ വെച്ചിരിക്കുന്ന സാധനമായത്.
ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കണം. റഷ്യക്ക് ഈ സാധനങ്ങൾ വാറുമായിട്ടും സാങ്ഷനുമായി ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങളൊന്നും നേരിട്ട് സാധനം കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഇതിൽ സാങ്ഷൻ ഉണ്ടാകും. റഷ്യ എന്താ ചെയ്യുന്നത്? ഇത് തേർഡ് പാർട്ടി രാജ്യങ്ങൾ, അതായത് തുർക്കി, ഇപ്പുറത്ത് സൈപ്രസ്, അപ്പുറത്ത് ഹംഗറി, ഈ രാജ്യങ്ങളിൽ നിന്ന് ആ വഴിയാണ് ഈ സാധനങ്ങൾ വാങ്ങി റഷ്യയിൽ ഇത് അസംബിൾ ചെയ്യുന്നത്. അല്ലാതെ ഇത് റഷ്യൻ സാധനമല്ല. ഇത് 80% എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ തേജസ് എന്ന് പറയുന്നത് പോലും 60% ഇമ്പോർട്ടഡ്, ബാക്കിയൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കിയാണ് HAL പറയുന്നത്. അതിന്റെ യഥാർത്ഥം അറിയത്തില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് റഷ്യൻ മീഡിയയും ഗ്ലോബൽ മീഡിയയും കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് റഷ്യ അവകാശപ്പെടുന്ന പോലെ ഇത് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് അല്ല, അഡ്വാൻസ് ടെക്നോളജി AI ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയാണ്. ഇതെന്ന് പറയുന്നത് 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. ഉറപ്പായിട്ടും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസ് ഈ റഷ്യയെ പോയി ഇതിനെപ്പറ്റി പഠിക്കുകയും അവരിത് ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് റഫേലിനേക്കാളും പുറകിൽ നിൽക്കുന്ന എയർക്രാഫ്റ്റ് ആണിത്. റഫേൽ എന്ന് പറയുന്നത് 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു എയർക്രാഫ്റ്റ് അല്ലെ, ടെക്നോളജി വൈസും ഇൻ്റഗ്രേഷൻ വൈസും വെപ്പൺ വൈസും ഒരു എയർക്രാഫ്റ്റ് കൃത്യമായിട്ട് പറയാം, മോദി വിചാരിച്ചാലും ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ പട്ടാളത്തിന് ഇത് മേടിക്കാൻ പറ്റത്തില്ല എയർഫോഴ്സിന്. അപ്പോൾ മോദിയും പുട്ടിനുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണ് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ഇത്രയും പണം കൊടുത്ത് ഒരു വെപ്പൺ വാങ്ങുമ്പോൾ അതിന് പല രീതിയിലുള്ള തലങ്ങളുണ്ട്. കാരണം ഞാൻ ഈ ഓപ്പറേഷൻ വെസ്റ്റേൺ തെഹൽക്ക ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള വെപ്പണുമായിട്ട് പല സീനിയർ ഒഫീഷ്യൽസിൻ്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യമുണ്ട്. അതിനുശേഷം ഇത് കോർട്ട് ഓഫ് എൻക്വയറിയിലും ഈ ട്രയൽസിലും, അതായത് CBI ട്രയൽസിലും ആർമി കോർട്ടിലും CBCയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഡോക്യുമെൻറ്റേഷനൊക്കെ പലയിടത്തും ഞാൻ വിറ്റ്നസ്സാണ്. അതിനകത്തൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തലത്തിൽ കൂടെ എങ്ങനെയൊക്കെ പോയാൽ മാത്രമേ ഇത് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അതായത് ഭയങ്കരമായിട്ട് സ്ക്രൂട്ടിനി ഉണ്ട് അതിനകത്ത് വലിയൊരു ഡിഫൻസിൻ്റെ കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റി യൂസർ എൻഡ്, അത് യൂസ് ചെയ്ത എയർഫോഴ്സാണ്. അവരെ പൂർണ്ണമായിട്ടും ആ കമ്മിറ്റി ഉൾക്കൊള്ളാതെ ഈ സാധനം വാങ്ങാൻ പറ്റത്തില്ല. അവരിനിയിപ്പോൾ ഈ പറയുന്ന റഷ്യ ഇന്ത്യയിൽ ജോയിൻ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യാം എന്ന് പറഞ്ഞാൽ പോലും ഇതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഫീസിബിലിറ്റി ആയിട്ട് ഇതിവിടെ ഉണ്ടാക്കിയിട്ട് റഷ്യക്ക് പുറത്ത് വിൽക്കാനാണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കും ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ. കാരണം ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾക്ക് ഇത് പഠിക്കാൻ സാധിക്കും. എന്നല്ലാതെ അത് ഇന്ത്യൻ പട്ടാളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും എക്സിക്യൂഷൻ നടത്തണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പരട്ടക്കളവും പറയുന്ന പോലെ ഒരു വെപ്പണും ഒരു അതായത് ഹാർഡ്വെയറും ഇന്ത്യൻ പട്ടാളം സിമ്പിളായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് പണ്ട് മുതലേ ഉള്ള ട്രഡീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഇത് എത്ര വില കുറച്ച് കൊടുത്താലും ഇതിൻ്റെ യൂസർ എന്ന് പറഞ്ഞ എയർഫോഴ്സ് ഉണ്ട്, അവരാണ് ഫൈനൽ ആൻസർ കൊടുക്കേണ്ടത്. പിന്നെ വലിയ വലിയ കമ്മിറ്റികളുണ്ട്, 10-20 കമ്മിറ്റി പോയ ശേഷം മാത്രമേ ഇത് അപ്രൂവ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യയുടെ ഈ സാധനം 80% വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് സ്ക്രൂ ഡ്രൈവർ ടെക്നോളജിയിൽ മുറുക്കുന്നു. അതുപോലെ വെൽ അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് ഏവിയോണിക് സിസ്റ്റം അതിൻ്റെ അകത്തില്ല. അതായത് പുതിയ 5th ജനറേഷൻ്റെ സംഭവം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനേക്കാൾ എല്ലാം പ്രധാനം എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വാറിനകത്ത് ഇവരുടെ ഏകദേശം 58-59 എയർക്രാഫ്റ്റ് ഉണ്ട്. അതായത് സുക്കോയ് 57. ഈ സാധനം അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതായത് ഒരു വാറിൻ്റെ വെപ്പൺ എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്ത് പെർഫോം ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ വന്നാൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങൾ ഇത് വാങ്ങുകയുള്ളൂ. ഒരു ഡിസ്പ്ലേ നടത്തിക്കൊണ്ട് ഏവിയേഷൻ നടത്തിക്കൊണ്ടൊന്നും ഇത് വാങ്ങത്തൊന്നുമില്ല. കാരണം പെർഫോമൻസ് ബേസ്ഡ് ആണ് ഈ സാധനം. ഇത്രയും ഇതാൾ അവർ പറയുന്നു. അതായത്
കഴിഞ്ഞിടയ്ക്ക് 2025 2 എയർക്രാഫ്റ്റ് അൾജീരിയ വാങ്ങിയത്. ഇപ്പം എന്താണ് ഇന്ത്യ ഇത് പുഷ് ചെയ്യാനുള്ള കാരണം? അതുകൂടെ പറഞ്ഞു തരാം. ഇന്ത്യ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ വെപ്പൺസ് മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന ഒരു രാജ്യമാണോ? നമ്പർ 1. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യ വളരെയധികം ഈ റഷ്യൻ എക്യുപ്മെന്റ്സ് പഴയ വിങ് 21-ഉം 29-ഉം സുക്കോയ് 30M അതായത് നമ്മുടെ ഫൈറ്റർ എയർക്രാഫ്റ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് HAL പലതും നമ്മൾ സുക്കോയ് 30MKയും 29-ഉം ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പഴയതായിട്ട് റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധം. മൂന്നാമത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, റഷ്യൻ എക്യുപ്മെന്റ്സ്, അതായത് ഈ സാധനം, ഈ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്, ഇതിനെപ്പറ്റി ഗ്ലോബലായിട്ടുള്ള സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകൾ പറയുന്നത് ഇത് പാട്ടയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഉക്രൈൻ എന്ന് പറഞ്ഞ ഒരു വെപ്പൺസും ഇല്ലാത്ത, പ്രൊഫഷണൽ മിലിറ്ററി ഇല്ലാത്ത ഒരു രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് വാർ ചെയ്തിട്ട് ഇവർക്കൊരു പ്രോപ്പർ എഡ്ജ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ റഷ്യൻ വെപ്പൺസ് പഴയ പോലെ ഇന്ത്യ വാങ്ങില്ല. ഇതാണ് അതിൻ്റെ കാരണം. അതായത് ഈ പറയുന്ന നരേന്ദ്രമോദിയും ഈ പറയുന്ന ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഓഫീഷ്യൽസ് അത്ര മണ്ടന്മാരൊന്നും അല്ല. അവരിതിൻ്റെ കീപ്പായിട്ട് പല പോയിന്റുകളും പലതും വാച്ച് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് ഏവിയോണിക്സ് ഉണ്ടോ, അഡ്വാൻസ് മെക്കാനിസം ഉണ്ടോ, വെൽ ടെക്നോളജി ആണോ, ഇതൊക്കെ അവർ മോണിറ്റർ ചെയ്യും. അപ്പം അതിനുശേഷമാണ് ഇതൊക്കെ വാങ്ങുന്നത്. മനസ്സിലാക്കുന്ന അടുത്ത പോയിന്റ്, റിട്ടയർഡായ പല എയർഫോഴ്സ് ഓഫീഷ്യൽസും പഴയ പട്ടാളക്കാരും ഓഫീസേഴ്സും മേജർ ജനറൽ ഒരു ബക്ഷി എന്ന് പറഞ്ഞൊരു ഒരു പക്ക യൂസ്ലെസ് ഇഡിയറ്റ് ഉണ്ട്, വായിത്തോന്നൊക്കെ വിളിച്ച് പറയും. അപ്പം അയാൾ ഇന്ത്യൻ എയർഫോഴ്സിനെ അങ്ങ് നിർബന്ധിക്കുകയാണ് ഈ പറയുന്നത് Su-57 വാങ്ങാൻ. അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു കുന്തം, അയാൾ ആർമി മാന്. കാരണം ഈ റഷ്യ ഇവിടെ വളരെ വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് അവരുടെ ഒരു വലിയ ഗ്രൂപ്പ് ഡൽഹിയിൽ ബേസ്ഡ് ഉണ്ട്. റിട്ടയർ ചെയ്യുന്ന പട്ടാളക്കാരന്മാരെ എല്ലാം അവർ പല കമ്പനികളിലായിട്ട് അവരുടെ ഓരോ എക്യുപ്മെന്റ്സ് വാങ്ങാൻ വേണ്ടി ലൈസൻസ് ചെയ്യാൻ ഹ്യൂജ് സാലറി കൊടുത്ത് പല 5 സ്റ്റാർ ഹോട്ടലിൽ അവർക്ക് ഓഫീസുണ്ട്. ഇവന്മാരൊക്കെ വൈകുന്നേരം വന്നിരുന്ന് ചാനലിൽ ഇരുന്നൊക്കെ തള്ളുവാണ്, അത് വാങ്ങ്, ഇത് വാങ്ങ്, ഇത് വാങ്ങ്, അത് വാങ്ങ്. കാരണം ഇവന്മാർക്ക് ഇഷ്ടംപോലെ പണം കിട്ടുന്നുണ്ട് റഷ്യൻ കമ്പനികളിൽ നിന്ന്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും അറിയാം, ഇവന്മാർ ഈ പറയുന്ന കാര്യമായിട്ട് അവർ എടുക്കാറുമില്ല. ഇതാ ഈ പറയുന്ന റഷ്യൻ എക്യുപ്മെൻസിനെ പറ്റി ആ കിളവൻ ആരോ പറഞ്ഞ് കേട്ട് പറയുന്നത്. അല്ലാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന സാധനങ്ങൾ, അതായത് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വളരെയധികം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മാത്രമേ എടുക്കത്തുള്ളൂ. ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ റഫേൽ വാങ്ങുന്നതിന് മുമ്പ്, അതായത് നമുക്ക് സാധനം വരുന്നതിന് മുമ്പ് ഇതേപോലെ റഷ്യൻ എക്യുപ്മെന്റ്സ്, ഈ സുക്കോയ് 35, നമുക്ക് 30MK ആണ്, നമ്മുടെ 35 എന്ന് പറഞ്ഞാൽ വേറെ അഡ്വാൻസ്ഡ് വേർഷൻ, അതായത് 4.5 ജനറേഷൻ. ഇതേപോലെ പഴയ റിട്ടയർഡ് പട്ടാളക്കാരും അത് ഭയങ്കരമായിട്ട് ലോബിങ് ചെയ്തു. ഞാൻ പറയുന്ന മോദി ഇരിക്കുന്ന സമയത്താണ്. മനസ്സിലാക്കും, ഇന്ത്യൻ പട്ടാളത്തിലെ അധികം ഓഫീസേഴ്സ് റിട്ടയർ ചെയ്ത് നേരെ BJP-യിലോട്ടാണ് പോകുന്നത്. അവന്മാരാണ് വന്നിരുന്ന് പറഞ്ഞാൽ തന്നെ ഈ പറയുന്ന മോദി ഗവൺമെന്റ് ആണെങ്കിൽ, ഇന്ത്യൻ പട്ടാളക്കാരാണെങ്കിൽ, യൂസർ എൻഡ് എന്ന് പറയുന്ന സംഭവം അവർ കൃത്യമായ വിശകലനം നടത്തിയ ശേഷം ഇതെങ്ങനെയൊക്കെ ഇന്ത്യൻ എനിമി സൈഡ്, ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ ആണെങ്കിലും ചൈനയാണെങ്കിലും മറ്റുള്ളിടത്ത് എങ്ങനെ ഓപ്പറേഷണലി സക്സസ് ആക്കാൻ സാധിക്കും, അതിനെ ബേസ് ചെയ്ത ശേഷം മാത്രമേ ഇവർ വെപ്പൺസിന്റെ ഫൈനലായിട്ട് അധികാരം കൊടുക്കുകയുള്ളൂ. പിന്നെ എന്താണ് ഇപ്പോഴത്തെ പുടിൻ്റെ വിസിറ്റിന്റെ ഉദ്ദേശം? അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ കൊണ്ട് ഒരു ഇൻഡന്റ്, അതായത് ഈ വിമാനം, അതായത് ഈ ഇൻഡന്റ്, ഇത് ഓർഡർ അല്ല, ഇൻഡന്റ്, ഇന്ത്യക്ക് താല്പര്യമുണ്ട് ജോയിൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കണാഗുണ രാജ്യങ്ങളൊക്കെ ഇത് വാങ്ങി. ഇന്ത്യ വാങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ വാങ്ങും. കാരണം ഇന്ത്യ ഒരു പ്രൊഫഷണൽ സൈന്യമുള്ള ഒരു രാജ്യമാണ്, പ്രൊഫഷണൽ എയർഫോഴ്സ് ഉള്ള ഒരു രാജ്യമാണ്. നമ്മൾ ഇഷ്ടം പോലെ പല രാജ്യങ്ങളുടെ ഇതേപോലെ ഫൈറ്റർ യൂസ് ചെയ്യുന്ന രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ഹാർഡ്വെയർ നമ്മൾ വാങ്ങുന്ന രാജ്യമാണ്. അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസും വെച്ചും ഇന്ത്യയാണിത് വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പല സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങളും, അതായത് പഴയ ഉണ്ടായിരുന്ന റഷ്യയുടെ പഴയ റിപ്പബ്ലിക്കും
ഇവരൊന്നും ഇപ്പോൾ റഷ്യൻ സാധനം വാങ്ങുന്നില്ല, ഈ സാധനം പാട്ടയായതിൻ്റെ പേരിൽ. അവരൊക്കെ കയറി ഇതിനകത്ത് കൈ കൊടുക്കും. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ് വാങ്ങിക്കഴിഞ്ഞാൽ, ക്രെഡിബിൾ ആയിട്ടുള്ള രാജ്യം വാങ്ങിയാൽ ഇന്ത്യൻ്റെ കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ അതിന് താല്പര്യം ഉണ്ടാകും. ഇതാണ് ഈ പുട്ടിൻ്റെ വരവ് കൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം മാർക്കറ്റിംഗ്. രണ്ടാമത്തെ പോയിന്റ്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എനർജിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ വാറൊക്കെ കഴിയുവാണ്, ചിലപ്പോൾ ഇന്ത്യ വീണ്ടും ഈ ക്രൂഡ് റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റത്തില്ല. അതായത് ഹൈസീന്, അതായത് പറയുകയും പിന്നെ മറ്റുള്ള രാജ്യത്തിന് അത് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് രീതിയിലങ്ങ് പോകും. സീബോൺ ഈ ക്രൂഡിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ മറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഏകദേശം 5 വർഷം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ്, ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസും റഷ്യക്ക് കൊടുത്ത പല ഓർഡേഴ്സ് ഉണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സാധനം പോലും, ഏകദേശം ചില മിസൈൽ എന്നല്ലാതെ ഒരു സാധനം റഷ്യ ഇന്ത്യക്ക് ഡെലിവറി ചെയ്തിട്ടില്ല. ഇൻക്ലൂഡിങ് ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമായ S-400. അത് നമുക്ക് 2 തന്നിട്ടുള്ള 3 ആ സിസ്റ്റം ഇനിയും തരാനുണ്ട്. പണം വാങ്ങിയതുമാണ്. അതേപോലെ തന്നെ പല മിസൈൽ ലോഞ്ചറും ചില ബോംബുകളും ഈ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതിനേക്കാളും പ്രധാനമായിട്ട് മറ്റൊരു സാധനമുണ്ട്. ഇന്ത്യ വാങ്ങിയിരിക്കുന്ന, ഇന്ത്യയുടെ കയ്യിൽ യൂസ് ചെയ്യുന്ന റഷ്യൻ ഒറിജിനായ സുക്കോയ് 30 MK ആണ് നമ്മുടെ ഏറ്റവും വലിയ ഫൈറ്റർ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും കൂടുതലുള്ള ഫൈറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ സാധനം ഇത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പല രീതിയിൽ പറയാം. കാരണം ഇത് മോഡേൺ രീതിയിൽ അല്ല ഇത് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഈ റഷ്യൻ ആംഡ് കമ്പനി, ഇതുണ്ടാക്കിയ കമ്പനിയുമായിട്ടാണ് വരുന്നത്. കാരണം വലിയൊരു ഡീൽ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഈ സുക്കോയ് 30 MK അപ്ഗ്രേഡ് ചെയ്യണം. അല്ലെങ്കിൽ അത് റഷ്യൻ കമ്പനിയായി ചെയ്തില്ല, അവരുടെ ഇതോടുകൂടി അത് ഇസ്രായേലി ഏവിയോണിക്സ് കമ്പനിക്ക്, അവിടുത്തെ ഗവൺമെൻറ് കമ്പനിക്ക് അവർക്കിത് കൊടുക്കാനുള്ള സംഭവമുണ്ട്. കാരണം ഇന്ത്യക്ക് പല സ്ക്വാഡ്രൺ എയർക്രാഫ്റ്റിൻ്റെ കുറവുകളുണ്ട്, പലതും അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. വരാനുള്ള 5-6 വർഷത്തിനുള്ളിൽ ജഗ്വാർ റിട്ടയർ ചെയ്യാൻ പോകണം. ഓൾറെഡി ബിഗ് റിട്ടയറായി. പിന്നെ അടുത്തൊരു ഡീൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എനർജിയുമായിട്ടും പവർ സെക്ടറിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സും ന്യൂക്ലിയർ മെറ്റീരിയൽസ് റഷ്യ തരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ലോങ് ടൈം ഡീല്, അതായത് നമ്മുടെ ഇവിടുത്തെ പവർ ജനറേഷനായി ബന്ധപ്പെട്ട്, എനർജി ജനറേഷനായി ബന്ധപ്പെട്ട് അതിനൊരു ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യുന്നൊരു ഡീല് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ പത്രങ്ങൾ പറയുന്ന പോലെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ടെക്നോളജി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യയെക്കാളും മോശമായ ടെക്നോളജിയാണ് റഷ്യയുടെ പല സെക്ടറിലും. ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ടെക്നോളജി മറ്റുള്ള രാജ്യങ്ങളുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത് തമാശയായ കാര്യമൊന്നുമില്ല. പിന്നെ ഇന്ത്യയുടെ ക്യാഷ് റൂബിൾ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട്. കാരണം ഈ ഓയിലുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന്, അത് ബില്യൺ ട്രില്യൺ കണക്കിന് ഇന്ത്യൻ കറൻസി അവിടെ കെട്ടിക്കിടക്കുകയാണ്. അതായത് അത് ആരും വാങ്ങുന്നില്ല. കാരണം നമ്മൾ ഏകദേശം 50% ആണ് നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ കറൻസി അവിടെ പോയത്. അപ്പം അതിനൊരു വഴി അവർക്ക് കണ്ടുകൊടുക്കണം. കാരണം ഇത് എങ്ങനെയാണ് ഇന്ത്യൻ കറൻസി അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അത് സംഭവമുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശം. ഒരു കാര്യം കൃത്യമാണ്, ഡിഫൻസുമായിട്ട് പഴയ ഡീല് സാങ്ഷൻ ആക്കണം. അല്ലാതെ സുക്കോയുമായി ഈ 57, 56 ഇന്ത്യ വാങ്ങാൻ പോകുന്നില്ല. സുക്കോയ് 30 MKയുടെ അപ്ഗ്രഡേഷൻ ഉണ്ട്. ഇന്ത്യ കൊടുത്ത പണം, അതിൻ്റെ വെപ്പൺസും ഈ സാധനങ്ങളും വന്നിട്ടില്ല, പല എക്യുപ്മെൻസും വന്നിട്ടില്ല. പലതും അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഇതിനു വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമുണ്ട് ഏറ്റവും കൂടുതൽ, റഷ്യയുടെ താല്പര്യമുണ്ട്. അവർക്ക് മാർക്കറ്റ് പൂർണ്ണമായിട്ടും ഉക്രൈൻ വാറിൽ അവരുടെ ഡിഫൻസ് എക്യുപ്മെൻസിൻ്റെ മാർക്കറ്റ് പൂർണ്ണമായി നശിച്ചുപോയി. അതിന് ഇന്ത്യയെ കൊണ്ട് കൂടുതൽ എടുപ്പിച്ച് ഗ്ലോബലായിട്ട് വീണ്ടും പിക്ചർ ഉണ്ടാക്കാനാണ് റഷ്യയുടെ ശ്രമം. അതിനുവേണ്ടിയാണ് പുടിൻ ഇന്ത്യയിൽ വരുന്നത്.